ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരാൾ ഭയങ്കര സങ്കടത്തിലാണ്. എന്താ കാര്യം? ഞാൻ വരാൻ ലേറ്റായി, അതുകൊണ്ട് ഒരാൾ സങ്കടത്തിലാണ്, ഭയങ്കര സങ്കടം. കാര്യമൊക്കെ ചെയ്തു. 1-2 പേര് വന്നിട്ട് അതുല്യല്ലേ പറഞ്ഞ് ചോദിച്ചു. അത് ഒരാൾ തടിച്ചിട്ട് ഒരാൾ കള്ളു കുടിച്ച പോലെ ഒരാൾ 2 പേര് വന്ന് ചോദിച്ചു. ഇപ്പോൾ ആകെ സങ്കടമായിട്ട് കരഞ്ഞ് കണ്ണൊക്കെ കണ്ട കരഞ്ഞിരിക്കണേ. പേടിച്ചു ആള്. ഞാൻ വരാൻ ഒരു 5 മിനിറ്റ് ലേറ്റായി. 5 മിനിറ്റ് ഒന്നും അല്ല, 20 മിനിറ്റ്. 20 മിനിറ്റ് ലേറ്റായി. 20 അല്ല, 10 മിനിറ്റ് ഒന്നുമല്ല. 10:05 വന്നു. ഞാൻ 9:40 ഇവിടെ എത്തി. അപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ 2-3 പേര് വന്ന് ചോദിച്ചു, ഇങ്ങനെ അതുല്യല്ലേ എന്നിട്ട് ചോദിച്ചു. അതിൽ ഒരാൾ കള്ളു കുടിച്ച ഒരാൾ എന്നാ പറയണത് അല്ലേ. പിന്നെ ഒരു തടിച്ച ഒരാളും കൂടെ വന്നു. തടിച്ചിട്ട് പറഞ്ഞാൽ ബോഡി ഷേമിങ് അല്ലേ, തടിയുള്ള ഒരാൾ വന്നിട്ട് അയാളും കള്ളു കുടിച്ചിട്ടില്ലേ. അയാളും പിന്നെ രാവിലെ തന്നെ എല്ലാവരും കള്ളു കുടിച്ചു. പിന്നെ കള്ളു കുടിച്ച് പറഞ്ഞത് ഒരാൾ ഞാൻ പറഞ്ഞത് ഒരാളാ. ഒരാൾ വന്നിട്ട് എന്താ ചോദിച്ചു, അതുല്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് പേടിയായി. അവൾ പിന്നെ അവിടെ നിന്ന് കരഞ്ഞു എന്നാണ് പറയണത്. ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരേ കരച്ചിൽ. ഇപ്പോൾ സെലിബ്രിറ്റി ആയി എങ്ങനെയൊക്കെയാണ് ഉള്ള പ്രശ്നങ്ങളുണ്ടാവില്ലേ. കരച്ചിൽ ഇനി മാറിയിട്ടില്ല. 1/2 മണിക്കൂറായിട്ടോ. മുഖം ഇനി ശരിയായിട്ടില്ല. മുഖം തെളിഞ്ഞിട്ടില്ല. ഒരാളുടെ മുഖം കണ്ട, കണ്ണ് കണ്ട കരഞ്ഞിട്ട്. ഇപ്പം നമ്മളിപ്പോൾ കോട്ടയുടെ അടുത്തുള്ള നൈസ് സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അല്ലേ. പറ, വല്ലതും പറ. കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആള് ഭയങ്കര മൂഡ് ഓഫ് ആണ് ഗൈസ്. എന്തൊക്കെ ഒരു ദിവസം തള്ളി നിൽക്കണമെങ്കിൽ എന്തൊക്കെ കഴിയണല്ലേ. സെലിബ്രിറ്റി ലൈഫ് പറഞ്ഞാൽ എങ്ങനെയാണല്ലേ. നേട്ടനും ഇവിടെ നിങ്ങടെ വരെ എത്ര നേരം വേണം? ശരി, കരയണ്ട. ഇതിനൊക്കെ കരയാണ്. വിശക്കണോന്നാ? ചായ വേണം. ചായ മേടിച്ചു തരാം. ചായ കടിയോ എന്താ വെച്ചാൽ മേടിച്ചു തരാം. ബിരിയാണി വേണോ? എന്താ വെച്ചാൽ മേടിച്ചു തരാം. സങ്കടം മാറിയാ? ചായ വെച്ചൊന്ന് സങ്കടം മാറുമോ? ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്ന പോരെ. നാളെ നേരത്തെ വാ. ഏട്ടൻ വന്നിട്ട് 20 മിനിറ്റ് എന്നെ വെയിറ്റ് ചെയ്യും, എന്നിട്ടേ ഞാൻ വരുള്ളൂ. ആണോ? ശരി. നൈസ് സ്പോട്ട് പാലക്കാട് കോട്ടന്റെ അടുത്തുള്ള പുതുതായി തുടങ്ങിയിട്ടുള്ള. പുതിയതായിട്ടല്ല, ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായി. നമ്മൾ വന്നിട്ടുണ്ടല്ലേ, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം നൈസ് സ്പോട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഫസ്റ്റ് ആരും വന്നിട്ടുള്ള തോന്നുന്നു. ഞങ്ങളാണ് തോന്നുന്നു ഫസ്റ്റായി വരുന്നത്. സമയം ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ തിരക്കില്ല. 10:30 തിരക്ക് കുറവാണ്. ഇവിടെ ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റും കണ്ടില്ലേ. നമ്മളെപ്പോലെ പണിയും തോരില്ലാതിരിക്കുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ ആഴ്ചയിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഒരു സൺഡേ കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇതെന്താണ് എല്ലാ ദിവസവും കാണലാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും ഒന്നും കാണില്ല കേട്ടോ. സൺഡേസ് മാത്രം കാണുള്ളൂ. പിന്നെ ഇടയിൽ വരുന്ന ഹോളിഡേയ്സ് മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ കേട്ടോ. മുമ്പൊക്കെ 3 മാസം 2 മാസത്തിലൊരിക്കലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ആഴ്ചയ്ക്ക് കാണാൻ തുടങ്ങിയത് കേട്ടോ. വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാനൊന്നുമില്ല. നമ്മൾ കാണുന്ന ദിവസം ചെറിയൊരു വീഡിയോ എടുക്കുന്നു. ഞങ്ങളുടെ ആ ഒരു ദിവസം എങ്ങനെയാണെന്നൊന്നും കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞങ്ങൾക്കും അറിയാം. എന്നാലും ഞങ്ങളെ ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4-3-7 പേര് കാണുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആ സപ്പോർട്ട് മതി നമുക്ക് അല്ലേ. ആ സപ്പോർട്ട് മതി. പിന്നെ എന്താണ്, ഇവിടെ കയറാൻ 10 രൂപയാണ് ടിക്കറ്റ്. 10 രൂപയാണ്. വലുതായിട്ട് കാണാനൊന്നുമില്ല. ഫുള്ള് ഗാർഡനാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി പറ്റിയ സ്ഥലമാണ് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് ഇങ്ങോട്ട് വരണ്ട. രാത്രി ഈവനിങ് ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. രാത്രിയാണ് കേട്ടോ ഇവിടെ അടിപൊളി. സത്യം 10 മണി വരെ എന്തോ ഉള്ളൂ ഇവിടെ. കറക്റ്റ്. സങ്കടമൊക്കെ മാറിയാ? സങ്കടം മാറിയാ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ വന്നപ്പോൾ ഒരേ ചീത്തവിളി എന്തൊക്കെയോ പറയണു. ഒരാൾ വന്ന് ഇവളോട് ചോദിച്ചു, എന്താണ് അതുല്യല്ലേ എന്ന് ഒരാൾ വന്ന് ചോദിച്ചു. അതും അയാൾക്ക് അല്ല, കുറേ പേര് വന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ രാവിലെ തന്നെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരുമാതിരി വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി. അതായത് അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്ന. പിന്നെ എനിക്ക് എൻ്റെ ഫോണിലെ ഓഫർ ഇന്ന് രാവിലെ എണിച്ച് തീർന്നു. എനിക്ക് ഏട്ടനെ വിളിക്കാൻ പറ്റുള്ളൂ, അവിടെ എത്തിയെന്ന് അറിയാൻ പറ്റുള്ള എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഒരു 1/2 മണിക്കൂർ ഫുൾ ദേഷ്യപ്പെടലായിരുന്നു. കരയിൽ ദേഷ്യപ്പെടൽ. വയറ്റ് തടയ്ക്ക് 2 ഇടിയൊക്കെ തന്നു. രാവിലെ കഴിച്ചതൊക്കെ ദഹിച്ചു 10 മിനിറ്റ് കൊണ്ട്.
ഭയങ്കര ആളാണ്, കാണുന്ന പോലെയൊന്നും അല്ല അല്ലേ? നമുക്കേ ഫോട്ടോസ് എടുക്കാം. ഇവിടെ വന്നാൽ കുറേ ഫോട്ടോസ് എടുക്കാം, അതാണ് നല്ലതല്ലേ? നല്ല ഫോട്ടോസ് ആയിട്ടുള്ള കുറേ സ്ഥലമുണ്ട്. കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഇത്. അതെ, അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഓരോ സ്പോട്ടുകളുണ്ട്, അത് നല്ലൊരു കാര്യം. കപ്പിൾസ് മാത്രമല്ല ഫാമിലി എല്ലാവർക്കും വരാം അവിടെ. നല്ല ഒരു സ്പോട്ടാണ്, അടിപൊളി. കാരണം കുറച്ചപ്പുറത്ത് റോഡൊക്കെയാണ്, അവിടെ റോഡൊക്കെയാണ് ആ ഭാഗത്ത്. പക്ഷെ അവിടുത്തെ വണ്ടികളുടെ സൗണ്ടൊന്നും അധികം ഉള്ളിലേക്ക് വരുന്നില്ല. ഇവിടെ ഒന്നും അത്രയ്ക്ക് സൗണ്ടില്ല. ടൗണിൻ്റെ നടക്കുകയാണെങ്കിലും അത്രയ്ക്ക് ഒരു നല്ലൊരു കാം സ്ഥലമാണ്, കാമായിട്ട്. അപ്പുറത്ത് വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചായ മറ്റേ ബിയർ പോലെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ അവിടെ നിന്ന് പറയണം വിചാരിച്ചായിരുന്നു, പക്ഷെ പാട്ടുകാരൊന്നും പറഞ്ഞില്ല. കാരണം പത അതെന്താണെന്നറിയോ? നല്ല അടിച്ച ചായയാണ്. എന്നിട്ട് പാലിന് തിളക്കണ ആ ഒരു പത അവരെടുത്തിട്ടാണ് തോന്നുന്നു. വരിക്കാശ്ശേരി മന പോയാലോ? ആ, ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട്. എനിക്ക് വയ്യ, വണ്ടിയിലിരിക്കാൻ വയ്യ അല്ലേ? ഇന്നലെ തന്നെ വണ്ടി ഓടി ഓടി വയ്യാണ്ടേ. എത്ര പ്രാവശ്യം നമ്മൾ വണ്ടി നിർത്തണു, എടുക്കുന്നു, അവിടേക്കൊക്കെ പോകുന്നു. വയ്യ. ഊഞ്ഞാലിലിരുന്ന് ആടുകയാണേ, അതാണ് ഇങ്ങനെ കേട്ടോ. തല ഇറങ്ങണ്ട? ഇല്ല, പിന്നെ വെറുതെ പറഞ്ഞു. വെറുതെയാ? എന്ത് വെറുതെ? അപ്പോഴേക്ക് ഇറങ്ങിയില്ലേ, അതുകൊണ്ട് അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു. ഇന്ന് നമുക്കൊരു നല്ലൊരു ഫുഡ് സ്പോട്ടിൽ പോയി കേട്ടോ, ബിരിയാണി കഴിക്കാൻ. ഇന്നലെ നല്ലതല്ലേ പോയത്? നല്ല ഹോട്ടലായിരുന്നു. എല്ലാ ഞായറാഴ്ച ഓരോരോ പുതിയ പുതിയ ഫുഡ്. ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണി ഹൗസിലാണ് പോയത്, പാലക്കാട്. അവിടെ പോയി ആ ചേച്ചി ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഫുൾ ബിരിയാണി അല്ലേ ചോദിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ നോർമലി നമ്മളൊരു എനിക്ക് കുറച്ചൊക്കെ ബാക്കി വയ്ക്കുമല്ലോ, ഒന്ന് ഫുള്ളായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കുമ്പോൾ ആ ഫുള്ള് ബിരിയാണി പറഞ്ഞു. പക്ഷെ ആ ചേച്ചി കൊണ്ടുവന്നപ്പോൾ ഒരു പ്ലേറ്റ് ഫുള്ളായിരുന്നു. എനിക്കത് കണ്ടതും പേടിയായി. എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് ഹാഫ് മതി പറഞ്ഞു അല്ലേ? ഒരു ബിരിയാണി എത്രയായിരുന്നു? 160. 160. പക്ഷെ ക്വാണ്ടിറ്റി റൈസ് നല്ലോണം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടത് പേടിയായി സത്യം പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ കഴിച്ച് തീർക്കും പറഞ്ഞിട്ട്. കഴിച്ച് തീർത്തില്ലെങ്കിൽ ഇവിടെ ഒരാളുടെ മുഖം കാണണം, കഴിക്കി പറഞ്ഞിട്ട്. ഒരരിക്ക് 1 രൂപ വില. അപ്പോൾ കഴിക്കണ്ടേ? എന്നിട്ട് ഹാഫ് ബിരിയാണി പറഞ്ഞു, ഫുള്ള് കഴിച്ചു. എപ്പോൾ ഫുൾ ബിരിയാണി മേടിച്ചാലും പകുതി എനിക്ക് തരും, കാരണം കഴിക്കുകയില്ല. സ്നേഹമാണ്, വെറും സ്നേഹം. കുറേ നേരമായിട്ട് ഫ്ലിപ്കാർട്ട് നോക്കാൻ തുടങ്ങിയതാണ്. ഒരു സാരി, ഒരു ചുരിദാറാണ്. ഈ പാൻറ് എടുക്കണം. പാൻറ് ഇല്ലേ? എടുത്തോ. എടുക്കട്ടെ? പൈസ അയച്ചു തരുമോ? പൈസ അയച്ചു തരും. എത്ര വേണം? വെറും നോക്കട്ടെ, വെറും 463 രൂപ. അയച്ചതാ? അയക്കി. അപ്പോൾ ഇതിൽ ഓർഡർ ചെയ്തു പറഞ്ഞാൽ എനിക്ക് 7 രൂപ ഓഫർ കിട്ടും, 7 രൂപ കുറയും. ചിലവർക്ക് ഉയർച്ച ഉണ്ടാവും, ചിലവർക്ക് നാശനഷ്ടം ഉണ്ടാവും. ഏട്ടന് പക്ഷെ ഈ സാരി എടുക്കാം. ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോ ആണ്, നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയല്ലേ? ആ ആളാണ് ഇയാള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.